വളരെ ലിമിറ്റഡ് റിസോഴ്സസ് യൂസ് ചെയ്ത് ചെറിയ ബഡ്ജറ്റിൽ വലിയ പ്രൊമോഷൻസ് ഒന്നും ഇല്ലാതെ വരുന്ന ചില സിനിമകൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുടെ കഴിവ് കൊണ്ട്, അതിപ്പോൾ കാസ്റ്റിംഗ് ആയിക്കോട്ടെ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ആരും ആയിക്കോട്ടെ, ഇവരുടെ കഴിവ് കൊണ്ട് മികച്ച ഔട്ട്പുട്ട് നൽകുന്ന സിനിമകൾ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. അങ്ങനെ എന്നെ സന്തോഷിപ്പിച്ച ഒരു സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. നമ്മൾ അത്ര ശ്രദ്ധിക്കപ്പെടാതെ കടന്നു പോകുന്ന ചില സിനിമകളില്ലേ? എനിക്ക് അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഭരതനാട്യം പാർട്ട് 1. പിന്നീട് എപ്പോഴോ പ്രൈമിൽ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ കണ്ടൊരു സിനിമയായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ ഒരു പ്ലോട്ട്, ഒരു സ്റ്റോറി ലൈൻ, അത് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത്, സത്യം പറഞ്ഞാൽ ആസ് എ പ്രേക്ഷകൻ എന്നെ ഒരുപാട് രസിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഭരതനാട്യം പാർട്ട് 1. പാർട്ട് 1 ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കണ്ണും പൂട്ടി ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് മോഹിനിയാട്ടം. പാർട്ട് 1 സിനിമ കണ്ടു കഴിഞ്ഞപ്പം എന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തൊരു ഫാക്ടർ സിനിമയുടെ ടൈറ്റിലായിരുന്നു. സിനിമയ്ക്ക് ഇത്ര ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ എപ്പോഴും അങ്ങനെ വരാറില്ലല്ലോ. പാർട്ട് 2ലേക്ക് വരുമ്പോഴും മോഹിനിയാട്ടവും ഈ സിനിമയ്ക്ക് അത്ര കറക്റ്റ് ആയിട്ടുള്ള ടൈറ്റിലാണ്. വളരെയധികം പ്രസക്തി ഉണ്ട് ഈ ഒരു ടൈറ്റിലിന് ഈ സിനിമയ്ക്ക്. കമ്മിങ് ടു ക്യാരക്ടേഴ്സ്, ഫസ്റ്റ് പാർട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും സെക്കൻഡ് പാർട്ടിലും ഉണ്ട്. ആൻഡ് അഡീഷണൽ ആയിട്ട് കുറച്ചധികം ആൾക്കാരും ഉണ്ട്. ഓഫ് കോഴ്സ് കാസ്റ്റിംഗ് അടിപൊളിയാണ്. എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സുരാജേട്ടൻ്റെ കാര്യമാണ്. പൊതുവെ സ്റ്റേജിലെ പെർഫോമൻസും സിനിമയിലെ പെർഫോമൻസും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. സ്റ്റേജിൽ കുറച്ച് നമ്മൾ ലൗഡായിട്ടായിരിക്കും പെർഫോമൻസ് ചെയ്യുക, സിനിമയിൽ കുറച്ച് സട്ടിലായിട്ട് മതി. പക്ഷേ ഈ ഒരു സിനിമയിൽ കുറച്ച് അഴിഞ്ഞാട്ടം ആവശ്യമുണ്ട്. ആൻഡ് അത് ചെയ്യേണ്ട ക്യാരക്ടർ സുരാജേട്ടൻ്റെ ആണ്. അത്ര ഗംഭീരമായിട്ട് സുരാജേട്ടൻ ആ ഒരു ക്യാരക്ടർ ക്യാരി ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊതുവെ സ്റ്റേജ് പെർഫോമൻസിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ഒരു അഴിഞ്ഞാട്ടം സുരാജേട്ടൻ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ സ്പോയിലറായി പോവും, അതുകൊണ്ടത് പറയുന്നില്ല. പക്ഷെ എനിക്ക് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് സുരാജേട്ടൻ്റെ ആയിരുന്നു. ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ സിനിമ എങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെ ആ ഒരു ഫ്ലോയും ക്ലൈമാക്സും ഒക്കെ നമ്മൾ കുറച്ച് പ്രെഡിക്റ്റ് ചെയ്യും. ഓഫ് കോഴ്സ് ഇത് നമ്മൾ അത്ര ട്വിസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു കോമഡി സിനിമയാണ്. ആ ഒരു കോമഡി എൻജോയ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ഈ സിനിമയ്ക്ക് പോകുന്നുണ്ടാവുക. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഒരു ക്ലൈമാക്സേ അല്ല സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഈവൻ ഫസ്റ്റ് ഹാഫ് എത്തുന്നതിന് മുന്നേ തന്നെ, ഇൻ്റർവെല്ലിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതല്ല സിനിമയിൽ നടക്കാൻ പോകുന്നതെന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരുന്നു. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടിൽ കോമഡി ആഡ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആക്കിയ ഒരു മൂവി ആയിട്ടേ കരുതണ്ട. ബിഗിനിങ് മുതൽ എൻഡ് വരെ നമ്മൾക്ക് ആ ഒരു സ്റ്റോറി ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സിനിമയിൽ തിയേറ്റർ മൊത്തം പൊട്ടിച്ചിരിച്ച കുറേ സീൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കോമഡി സീൻ ഉണ്ടല്ലോ, വെട്ടം മൂവിയിലൊക്കെ അവസാനം വരുന്ന ആ ഒരു ഷോക്ക് അടിക്കുന്ന രംഗം, അതുപോലെ എല്ലാ ക്യാരക്ടേഴ്സും വന്നിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ സിനിമയിലും ഉണ്ട്. ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു മൂവിയിലാണ് ഇതിന് മുന്നേ ഞാനത് കണ്ടിട്ടുള്ളത്. അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. വളരെ ചുമ്മാ വലിച്ചു നീട്ടി നമ്മളെ ഒട്ടും രസിപ്പിക്കാതെ ബോറടിപ്പിക്കുന്ന ഒരു സീനായിട്ടാണ് എനിക്കത് അന്ന് തോന്നിയത്. പക്ഷേ ഈ സിനിമയിൽ വളരെ ഗംഭീരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തിയേറ്റർ മൊത്തം പൊട്ടിച്ചിരിച്ച ഒരു സീനായിരുന്നു അത്. ഒരിക്കലും ലോജിക്കലി തിങ്ക് ചെയ്ത് സിനിമ കാണരുത്. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് ചിരിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയായിരിക്കും ഭരതനാട്യം പാർട്ട് 2 മോഹിനിയാട്ടം.